ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാൾ. ലോർഡ് ഓഫ് ദ ഫ്ലേസ്. എഴുതിയത് വില്യം ഗോൾഡിംഗ്. പ്ലോട്ട് സമ്മറി. യുദ്ധകാലത്ത് ഒഴിപ്പിക്കുന്നതിനിടെ ഒരു ബ്രിട്ടീഷ് വിമാനം പസഫിക് സമുദ്രത്തിലെ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ തകർന്നു വീഴുന്നു. ടീനേജിലുള്ള ഒരു കൂട്ടം ആൺകുട്ടികൾ ആ ഐലൻഡിൽ പെട്ടുപോകുന്നു. റാൽഫ് എന്ന ആൺകുട്ടിയും പിഗ്ഗി എന്ന തടിച്ച കുട്ടിയും കടലിൻ്റെ തിരമാലകൾക്കിടയിൽ നിന്നും ഒരു ശംഖ് കണ്ടെത്തുന്നു. റാൽഫ് ആ കുട്ടികളുടെ കൂട്ടത്തിലെ ലീഡറായി മാറുന്നു. റാൽഫിൻ്റെ തീരുമാനപ്രകാരം കടലിലൂടെ പോകുന്ന കപ്പലുകളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വിറകുകൾ കൂട്ടി ചെറിയ തീയുണ്ടാക്കുന്നു. തീയുണ്ടാക്കാൻ പിഗ്ഗി എന്ന കുട്ടിയുടെ കണ്ണടയാണ് ഉപയോഗിച്ചിരുന്നത്. സൈമൺ എന്ന ശാന്തനായ ആൺകുട്ടിയും ജാക്ക് എന്ന ചുവന്ന മുടിയുള്ള കുട്ടിയും അതിനവരെ സഹായിക്കുന്നു. കുട്ടികൾ റാഫ് പറയുന്നതനുസരിക്കാതെ കളിയിൽ മുഴുകുന്നു. അവർ കടലിലെ വെള്ളത്തിൽ ചാടിയും മറിഞ്ഞും സമയം ചെലവഴിക്കുന്നു. ഒരു സമയത്ത് ജാക്ക് കാട്ടുപന്നിയെ വേട്ടയാടാൻ കുറച്ച് കുട്ടികളെയും കൂട്ടി പോകുന്നു. ആ സമയത്ത് അതിലൂടെ കപ്പൽ കടന്നു പോവുകയും തീപ്പുക കെട്ടതുകൊണ്ട് ആ കപ്പലിനെ ആകർഷിക്കാൻ കഴിയാതെ ആവുകയും ചെയ്യുന്നു. ഇതിൽ റാൽഫ് അവരോട് ദേഷ്യം കാണിക്കുന്നു. ഒരു രാത്രി ഈ ഐലൻഡിന് സമീപം വ്യോമാക്രമണത്തിൽ മരിച്ച മൃതദേഹം സാം, എറിക് എന്നീ ഇരട്ടക്കുട്ടികൾ കാണുന്നു. അവർ അത് മൃഗമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ജാക്ക് മറ്റു കുട്ടികളെ റാൽഫിൽ നിന്നും ആകർഷിച്ച് തൻ്റെ കൂടെ കൂട്ടുന്നു. അങ്ങനെ അവർ രണ്ടു ചേരികളായി പിരിയുന്നു. പന്നിയെ പിടിച്ച് തല ഒരു വടിയിൽ കുത്തി നിർത്തുന്നു. പ്രാകൃത രൂപത്തിൽ അതിനു ചുറ്റും നൃത്തം ചെയ്യുന്നു. അതിനിടെ കുട്ടികളെല്ലാം സൈമണിനെ ഒരു മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അടിച്ചു കൊല്ലുന്നു. ജാക്കും അവൻ്റെ കൂട്ടുകാരും പിഗ്ഗിയുടെ കണ്ണട മോഷ്ടിക്കുന്നു. തീ ഉണ്ടാക്കാനുള്ള ഏക മാർഗമായിരുന്നു ആ കണ്ണട. റോജർ പിഗ്ഗിയെ കൊല്ലുകയും കണ്ണട വീണ്ടെടുക്കാനും ശ്രമിക്കുന്നു. റാൽഫ് അവരിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ ജാക്കിൻ്റെ കൂട്ടം വനത്തിന് തീയിടുന്നു. റാൽഫ് തീയിൽ നിന്നും രക്ഷപ്പെടുന്നു. ഒടുവിൽ യൂണിഫോം ധരിച്ച ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് വീഴുന്നു. തീ കത്തുന്നത് കണ്ട് അന്വേഷിക്കാനിറങ്ങിയ സേനയായിരുന്നു അത്. യുദ്ധസമാനമായ കുട്ടികളുടെ പെരുമാറ്റ രീതി കണ്ട് ഈ ഓഫീസർ നിരാശപ്പെടുന്നു. അവശേഷിക്കുന്ന കുട്ടികളെ